കാശ്മീർ യാത്രകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒന്നാമത്തെ വീഡിയോ കഴിഞ്ഞു. അപ്പോഴാണ് പെട്ടെന്ന് എനിക്കൊരു തീർത്ഥയാത്രയ്ക്ക് പോകേണ്ടി വന്നത്. ഇവിടെ നമ്മൾ കുംഭമേള നടക്കുകയാണല്ലോ. അപ്പോൾ പ്രയാഗരാജിലെ മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി, ആ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി ഞങ്ങളിവിടുന്ന് പറവൂര് ആഞ്ജനേയ ട്രാവൽസിൻ്റെ ആഭിമുഖ്യത്തിൽ പറവൂർ പെരുമ്പടന്ന മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നമ്മൾ യാത്ര പോവുകയാണ്. അപ്പോൾ നമുക്ക് അത്തരം കാഴ്ചകൾ നമുക്ക് ഈ വരുന്ന എപ്പിസോഡുകളിലൂടെ നമുക്ക് മഹാകുംഭമേളയുടെ കാഴ്ചകൾ കാണാം. മഹാകുംഭമേള മാത്രമല്ല, ത്രിവേണി സംഗമം കൂടാതെ നമ്മുടെ അയോധ്യ രാമസ്വാമി ക്ഷേത്രം, വാരാണസി കാശി ക്ഷേത്രം ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്തരം കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. അതിമനോഹരമായ ഒരു തീർത്ഥാടന യാത്രയിലേക്ക് എല്ലാവരെയും സീനിയർ സഞ്ചാരി സ്വാഗതം ചെയ്യുക. അപ്പോൾ പോകുന്ന ബസ് ജീസസ് ബസ്സിൻ്റെ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പെരുമ്പടന്ന ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിർത്തി അവിടെ വാഹനം പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോങ് ട്രിപ്പാണ്. അപ്പോൾ സർവ്വ ഐശ്വര്യത്തോടു കൂടി നമ്മൾ പോയി വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മളങ്ങനെ പോകാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ 8 മണിക്ക് നമ്മളിവിടുന്ന് യാത്ര പുറപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടുന്ന് ഭക്ഷണമൊക്കെ പാകം ചെയ്ത് ആണ് പോകുന്നത്. ഭക്ഷണം പാകം ചെയ്യുന്നതിനുള്ള എല്ലാ പാത്രങ്ങളും അതുപോലെ തന്നെ പാചക ഗ്യാസ് എല്ലാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ബസ്സിൽ അങ്ങനെ എല്ലാ അറേഞ്ച്മെൻറ്റുകളോടും കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ പോകുന്ന വഴിയിലുള്ള ഓരോ കാഴ്ചകളും നമ്മൾ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നതാണ്. കാശി വിശ്വനാഥ സ്വാമിയുടെ ദർശനം കണ്ട് അവിടെയുള്ള കാഴ്ചകളെല്ലാം പ്രേക്ഷകർക്ക് വേണ്ടി ക്യാമറയിൽ പകർത്തി അങ്ങനെ പ്രയാഗരാജിലേക്ക് പോവുകയാണ്. തിരക്ക് പിടിച്ച റോഡ്, പ്രയാഗരാജ് സിറ്റി ആകെ ബഹളമയം. ബസ് പാർക്കിംഗ് ഗ്രൗണ്ട് ലക്ഷ്യമാക്കി മുന്നോട്ട് പോയി. ഇനി അങ്ങോട്ട് പോകുന്തോറും തിരക്ക് കൂടിക്കൂടി വരും. പ്രയാഗരാജിലെ ത്രിവേണി സംഗമത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് പോകുന്തോറും തിരക്ക് കൂടിക്കൂടി വരും. അപ്പോൾ നമ്മളിപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ബസ് പാർക്കിംഗ് ഗ്രൗണ്ട്. നിറയെ ബസ്സുകൾ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും തീർത്ഥാടകരെയും കൊണ്ട് എത്തിച്ചേർന്നിരിക്കുന്ന ബസ്സുകൾ, മറ്റു വാഹനങ്ങളെയും കാണാം. പാർക്കിംഗ് നിറയെ കച്ചവടക്കാരുണ്ട്. ബസ്സിൽ നിന്നും ഞങ്ങൾ ഒരു ദിവസത്തെ താമസത്തിന് വേണ്ടി ആവശ്യമായ ലഗേജ് മാത്രമെടുത്ത് ഡോർമിറ്ററിയിലേക്ക് പോകുന്നതിന് തയ്യാറെടുത്തു നിന്നു. ടൂർ ഓപ്പറേറ്ററുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ഞങ്ങൾ ക്ഷമരായി കുറേ സമയം തള്ളി നീക്കി. കൂട്ടം തെറ്റിപ്പോകാതെ നോക്കണം. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ഞങ്ങളിൽ കുറെ പേർ ഡോർമിറ്ററി ലക്ഷ്യമാക്കി നടന്നു. 10-15 കിലോമീറ്റർ ദൂരമുണ്ട് ഡോർമിറ്ററിയിലേക്ക്. ടൂർ ഓപ്പറേറ്റർ ആഞ്ജനേയ ട്രാവൽസ് വഴി പറഞ്ഞു തന്നു. സുഖമില്ലാത്തവർക്ക് പോകുന്നതിനു വേണ്ടി ബൈക്ക് ടാക്സി ഏർപ്പാട് ചെയ്തു. ഡോർമിറ്ററിയിൽ താമസിച്ച ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ പ്രാഥമിക കർമ്മങ്ങൾക്കു ശേഷം ത്രിവേണി സ്നാനഘട്ട് ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. നീളമേറിയ ഓട്ടോറിക്ഷയിൽ 10 പേർക്ക് വരെ യാത്ര ചെയ്യാം. ചിരപരിചിതനായ സുഹൃത്തിനെ പോലെ ഓട്ടോറിക്ഷ ഡ്രൈവർ എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഓട്ടോക്കാർക്കും 2 വീലർക്കാർക്കും നല്ല കോളാണ് ഈ സമയത്ത്. ചാകര എന്ന് വേണമെങ്കിൽ പറയാം.
വലിയ ബസ്സുകളോ മറ്റു വാഹനങ്ങളോ ഒന്നും ഈ സ്ഥലത്തേക്ക് കടന്നു ചെല്ലില്ല. ആകെ പോകാവുന്നത് 2 വീലറും ഓട്ടോറിക്ഷയും മാത്രം. വിവിധ ഡോർമിറ്ററികളിൽ നിന്നും ആളുകൾ കൂട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങിയ കിളികളെപ്പോലെ ഒറ്റ സ്ഥലം ലക്ഷ്യമാക്കി നടക്കുകയാണ്. ത്രിവേണി സംഗമം, ഗംഗയിലെ സ്നാനം. നിന്നെ കാണോട്ടെ, പൊയ്ക്കളേ. പൊടിപടലം നിറഞ്ഞ റോഡ്. അതിരാവിലെയായതിനാൽ മഞ്ഞും ഉണ്ട്. ഒട്ടും നടക്കാൻ പറ്റാത്ത ആൾക്കാർ വഞ്ചിക്ക് പോകാൻ ആഗ്രഹമില്ല എല്ലാവർക്കും. വഞ്ചിയില്ല. ഞങ്ങളങ്ങനെ സംഗമ ഘട്ടിലേക്കുള്ള കവാടത്തിൽ എത്തിച്ചേർന്നു. അവിടെ ഓട്ടോറിക്ഷയിൽ നിന്നും ഇറങ്ങി ഞങ്ങൾ നടന്നു തുടങ്ങി. വഴിനീളെ റോഡരികിൽ കച്ചവടക്കാർ നിരന്നിരിക്കുന്നു. സ്നാനത്തിന് ആവശ്യമുള്ള സാധന സാമഗ്രികളാണ് കൂടുതലും വിൽപ്പന നടത്തുന്നത്. ഗംഗാജലം കൊണ്ടുപോകുന്നതിന് പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഞങ്ങളിൽ ചിലർ വലിയ ബോട്ടിലുകൾ വാങ്ങി യാത്ര തുടർന്നു. അതിലെടുത്തപ്പോരെ ശരി ശരി. ഇനി സ്നാനത്തിന് അനുയോജ്യമായ ഇടം കണ്ടുപിടിക്കണം. ഗംഗാതീരത്തെ വിശാലമായ മണൽപ്പരപ്പ് കിലോമീറ്ററുകളോളം വീതിയിലും നീളത്തിലും അതങ്ങനെ പരന്നു കിടക്കുകയാണ്. എത്ര ലക്ഷം ആളുകളെ ഉൾക്കൊള്ളാനും തയ്യാറായിട്ടുള്ള ഗംഗാതലം. ആകെ ബഹളമയം. വിവിധ ഭാഷകൾ, വിവിധ വേഷങ്ങൾ, വിവിധ പ്രായങ്ങൾ. ഭാരതത്തിൻ്റെ ഒരു പരിച്ഛേദം ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. എന്തിനാണ് ഇത്രയും വലിയ ബോട്ടിൽ കൊണ്ടുപോകുന്നത്? നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ ഒരു ബോട്ടിൽ വരെ മതി. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്തർ സ്ത്രീ പുരുഷ ഭേദമന്യേ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ പാടാവും. അത് കംപ്ലീറ്റ്
ഞാനേ सबको नहीं ले जा रहा है, पब्लिक के लिए उधर है। फोटो वीडियो दिखा नहीं। इंतजार कर रहा है। अंशु, जहाँ कहीं भी हो गेट के पास जाओ, कमल गेट के पास आ जाओ। अंशु, कमल गेट के पास आ जाओ। जहाँ कहीं भी है यहाँ लापता केंद्र के पास आ जाए, हम सब लोग नहीं है। शकुंतला जहाँ कहीं भी हो सहायता के पास आ जाए। शकुंतला जहाँ कहीं भी हो सहायता के पास आ जाए। किनारे किनारे जाना आधा किलो कोई क्या छोड़ തിരക്കാണ്. ആ നിൽക്കതേ ഇങ്ങടെ തിരക്കിലിട്ട് പോട്ടെ. എല്ലാവരും ആ നോക്കാം. ഏത് ആ പുള്ളി അങ്ങോട്ട് പോയി ചോദിക്കാൻ പോയി. कमल छाप के पास राम ज्योति देवी आपका लड़का बोल रहे हैं देवानंद महतो। राम ज्योति देवी आपका लड़का बोल रहे हैं देवानंद महतो। आप कहीं भी हैं यहाँ സീനിയർ സഞ്ചാരി അങ്ങനെ സ്നാനഘട്ടിൻ്റെ പടികൾ ഓരോന്നായി ഇറങ്ങി. നേരം വൈകുന്തോറും ജനം തടിച്ചുകൂടും. അതിനു മുമ്പ് സ്നാനം നടത്തി മടങ്ങണം.
വെറുതെ പിടിച്ചാൽ മാത്രം മതി. ഓണാണ് ഇപ്പൊ. സ്നാനം നടത്തുന്നതിന് അനുയോജ്യമായ ഇടം തേടി ഗംഗാനദിയുടെ കരയോട് ചേർന്ന് നടന്നു. അപ്പൊ തിരിച്ചു വരുമ്പോ ഞാൻ മുങ്ങിട്ട് വരുമ്പോ ചെയ്യണം കേട്ടോ. ഞാൻ അവിടുന്ന് കയറി വന്നെ എടുത്തോളാം കേട്ടാ. अंकल आप यही करेंगे? नहीं आप करते हैं, फिर आप ये लेना ना फोटो हमारा, फोटो वीडियो चालू कर दो. चालू करेगा ना तुम्हारा मोबाइल दादा शुरू कर दो. आगे Oh, sorry. ബോട്ടിൽ കയറി അക്കരെ പോയി സ്നാനം ചെയ്യണമെന്നും അഘോരികളെ കാണണമെന്നും സന്യാസിമാരുടെ അനുഗ്രഹം വാങ്ങണമെന്നും ചില അംഗങ്ങൾക്ക് ആഗ്രഹമുണ്ടായി. പക്ഷേ അതിന് സാധിച്ചില്ല. തിരക്കോട് തിരക്കാണ്. ബോട്ടിലാണെങ്കിൽ കാലുകുത്താൻ സ്ഥലമില്ല. അവസാനം ഞങ്ങൾ തിരക്ക് കുറഞ്ഞ സ്നാനഘട്ട് കണ്ടുപിടിച്ചു. ഇവിടെ തന്നെ സ്നാനം നടത്താം എന്ന് തീരുമാനിച്ചു. ആദ്യം ലേഡീസ് സ്നാനം നടത്തട്ടെ, പിന്നീട് ജെൻസ് സ്നാനം നടത്താം. അങ്ങനെ 2 ബാച്ചുകളായി ഞങ്ങൾ എല്ലാവരും സ്നാനം നടത്തി. माचिस नहीं लेंगे? माचिस तो है ना.
अंकल आप यही करेंगे? नहीं हम पूजा करते हैं, फिर आप ये लेना ना फोटो हमारा, फोटो वीडियो चालू कर दो। चालू करना नहीं जमता तुम्हारा मोबाइल दादा, शुरू कर दो। आगे Oh, sorry. അഞ്ചും ആറും പേർ വീതമുള്ള ബാച്ചുകളായിട്ടായിരുന്നു ഞങ്ങളുടെ സ്നാനഘട്ടത്തിലേക്കുള്ള യാത്ര. സ്നാനം കഴിഞ്ഞ ആത്മനിർവൃതി ഓരോ തീർത്ഥാടകരുടെയും മുഖത്ത് കാണാം. ഇനി മടക്കയാത്ര തുടങ്ങണം. ഭക്ഷണം കഴിക്കണം. ഞങ്ങൾ റോഡിലേക്ക് പതുക്കെ നടന്നു തുടങ്ങി.
മെറ്റൽ ഷീറ്റ് വിരിച്ച പാത അങ്ങനെ നീണ്ടു കിടക്കുന്നു. നല്ല വെയിലുണ്ട്, എങ്കിലും ക്ഷീണം തോന്നുന്നില്ല. അങ്ങനെ റോഡിലൂടെ നടക്കുമ്പോൾ ഇതാ വിശ്രമിക്കുന്നതിന് വേണ്ടി ഒരു സ്ഥലം, FSSAയുടെ ഒരു സ്റ്റാൾ. അവിടെ കയറി കുറച്ചു നേരം ശിവസംഗീതം ആസ്വദിച്ചിരുന്നു. ഇനി താൽക്കാലിക പാൻറ്റൂൺ പാലത്തിലൂടെ ഗംഗാനദിയുടെ അക്കരെ കടക്കണം. പിന്നെ യാത്ര, ഓട്ടോ പിടിക്കണം, തിരക്കോട് തിരക്ക്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സെക്ടർ 24-ലാണ്. സെക്ടർ 30 വഴി മാത്രമേ അക്കരയ്ക്ക് കടക്കാൻ ഇപ്പോൾ സാധിക്കൂ. ഞങ്ങൾ നടന്നു പാലം ലക്ഷ്യമാക്കി. ഭീമാകാരമായ ക്യാപ്സ്യൂൾ പോലെ തോന്നിക്കുന്ന ബോയകൾ ഇരുമ്പിൻ്റെ ബോയകളാണ്. അതിനു മുകളിൽ നടപ്പാലം പണിതിരിക്കുന്നു. താഴെ ഗംഗാനദി, വിശാലമായ മണൽപ്പരപ്പ്. 1 കിലോമീറ്ററെങ്കിലും കാണും പാലത്തിൻ്റെ നീളം. പാലം കടന്ന് വളരെ കഷ്ടപ്പെട്ട് ഞങ്ങൾ ഓട്ടോ പിടിച്ചു. റോഡ് നിറയെ ജനങ്ങളാണ്. എവിടെ നിന്നെല്ലാമോ വന്നു ചേർന്ന വിവിധ ജനങ്ങൾ, വിവിധ സംസ്കാരങ്ങൾ. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ല, പാമരനെന്നോ പണ്ഡിതനെന്നോ വ്യത്യാസമില്ല. മനുഷ്യരെ ഒന്നിപ്പിക്കുന്നു. സുഹൃതം നേടാൻ, പുണ്യം നേടാൻ എത്തിച്ചേർന്ന ജനങ്ങൾ. ആണാണ് ഇല്ല ഉണ്ട്. പന്ത്രണ്ട് വർഷത്തിൽ മാത്രം ഒരിക്കൽ നടക്കുന്ന കുംഭമേള. ഹരിദ്വാർ, ഉജ്ജയിനി, നാസിക്, പ്രയാഗ് എന്നീ സ്ഥലങ്ങളിലാണ് കുംഭമേളകൾ നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഈ കുംഭമേള മഹാകുംഭമേളയാണ്. 144 വർഷം കൂടുമ്പോൾ മാത്രം നടക്കുന്ന ഒരു മഹാസംഗമം. ഈ തലമുറയിൽ ജനിക്കാനും മഹാകുംഭമേളയിൽ പങ്കെടുക്കുവാനും സാധിച്ചത് മഹാപുണ്യമായി കരുതുന്നു. ഇന്നലെ അത് ഇതിന് വന്നപ്പോൾ എടുക്കാൻ പറ്റിയില്ല. രാത്രിയായി. മറ്റേ ഇന്നലെ 10 മണിക്കല്ലേ ഞങ്ങൾ വന്നത്. അത് അവിടെ നിന്ന് ഈ സെൻറ്ററിൽ നിന്ന് 10 മണിക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. പാലാഴിമഥനം നടക്കുമ്പോൾ പുറത്തു വന്ന അമൃതകുംഭവുമായി ഗരുഡൻ പറക്കുമ്പോൾ അമൃതകുംഭത്തിൽ നിന്നും താഴേക്ക് പതിച്ച അമൃതിൻ്റെ തുള്ളികൾ വീണ സ്ഥലമാണ് നാസിക്, ഹരിദ്വാർ, ഉജ്ജയിനി, പ്രയാഗ് എന്നിവ.
അവിടെ നദികളിൽ മുങ്ങിക്കുളിക്കുന്നത് പാപങ്ങളെ അകറ്റി പുണ്യം നേടാൻ ജനങ്ങൾക്ക് പ്രാപ്തമാകും എന്നാണ് വിശ്വാസം. വിശ്വാസങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഈശ്വര സാക്ഷാത്കാരം നിറവേറ്റുന്ന ഹൈന്ദവ ജനതയുടെ ഏറ്റവും വലിയ മേളയിൽ ഒരു പൊട്ടുപോലെ പങ്കെടുത്ത വേള ഞാനും സാക്ഷ്യം വഹിച്ചു. അടുത്ത എപ്പിസോഡിൽ അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം. മഹാകുംഭമേള കന്യാകുമാരി ഷൂട്ട് ചെയ്യാൻ